ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എൻ്റെ പ്രഭാതം എന്നും നിങ്ങളോടൊപ്പം ആകാനാണ് എനിക്കിഷ്ടം. ഇന്ന് ദോശ ഒഴിച്ച് കേട്ടോ. നെയ്യ് തൂക്കട്ടെ. മിൽമയുടെ നെയ്യാണ് ഇവിടെ നമ്മളുണ്ടാക്കുന്ന നെയ്യ് തീർന്നു. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് തന്നെ ഉണ്ടാക്കാം. 1 ലിറ്റർ പാലെങ്കിലും ദിവസവും മേടിക്കണമല്ലോ എല്ലാ വീടുകളിലും. 1 ലിറ്റർ പാല് ദിവസമെങ്കിലും ഇനി ആഴ ആയിക്കോട്ടെ, അതിൻ്റെ ആട എടുത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കാം. എൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഞാൻ മേടിച്ചോ മാവ് ഒഴിച്ചു. ഇന്ന് പൊടി ചട്നിയാണ്, ഇന്ന് സാമ്പാറൊന്നുമില്ല. യെസ്, എന്താ ഓരോ ദിവസവും ഓരോ നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കണ്ടേ അല്ലേ? അത് വെറൈറ്റി ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യവും വരില്ലേ? അപ്പം ഓരോന്നോരോന്നായിട്ട് അവരെ പറ്റിക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കും. മാഷ അവിടെ ഒരു പേരക്കമ്പ് ഒരുപാട് മുകളിലേക്ക് പോയി, അത് വെട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. മാഷ രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അടുക്കളയിൽ അങ്ങനെ അതൊന്നും അറിയില്ല. പക്ഷേ ഈ വകയൊക്കെ ആൾ വിരുദ്ധനാണ്. അത് മൊരിയട്ടെ കേട്ടോ. ചെറിയ തീയിലിട്ട് വേവിക്കാം കേട്ടോ. ചെറിയ തീയിലാകുമ്പോൾ അത് മൊരിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ പാചകം ക്ഷമയോട് ചെയ്യണം, തിരക്കരുത്. ഏത് കാര്യവും ക്ഷമയോട് ചെയ്തെങ്കിലേ അത് സക്സസ് ആകുള്ളൂ. ഈ ദോശ തന്നെ തിരി അങ്ങോട്ട് ഫുൾ നീട്ടി വെച്ചാൽ അത് എളുപ്പമായി കിട്ടും. പക്ഷേ അതിൻ്റേതായ രുചി വയ്ക്കില്ല. അപ്പോൾ ഇന്നൊരു നെയ് റോസ്റ്റാണ്. ഇത് കല്ല് ചെറുതായതുകൊണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ 2 എണ്ണം ഉണ്ടാകും. പിന്നെ മാഷ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മതി. അത് 10:15 ആകും. നല്ല ദോശ കേട്ടോ. ഈ ഒരു ചായ കഴിഞ്ഞു, രാവിലത്തെ കഴിഞ്ഞില്ല. ചുക്കുവെള്ളമൊക്കെ തിളച്ചിരിക്കുന്നു. വെള്ളം വെറും പച്ച വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതിനാണ് ഗുണം. പക്ഷെങ്കിൽ അത് പണ്ട്. ഇന്ന് നമുക്ക് പച്ചവെള്ളമൊന്നും കുടിക്കാൻ പാടില്ല, എല്ലാം വിഷമയമല്ലേ. അതുകൊണ്ട് തിളപ്പിച്ചേ കഴിക്കാവൂ കേട്ടോ. ഇതുണ്ടോ, ചകിരിയാണ്. ചകിരിയോ വാഴത്തണ്ടോ ഉപയോഗിക്കുക കേട്ടോ, അതാണ് നല്ലത്. മതി, എനിക്കിത് മതി. 2 എണ്ണം മതി. ഒരു മണത്തിന് മതി. ചകിരിയോ വാഴത്തണ്ടോ ഉപയോഗിക്കണം. എന്താ ഇനി അടുത്തത് ഒന്നുകൂടെ മതി. ഒരു നെയ് റോസ്റ്റ് മതി നമുക്ക്. പക്ഷെ കല്ല് ചെറുതാണ്, അതുകൊണ്ടാ. ചിലർക്ക് ദോശ ഒരുപാട് ഇഷ്ടം. എനിക്കും ദോശയാണ്. എനിക്ക് ഇഡ്ഡലിയോട് അത്ര വലിയൊരു ഇഷ്ടക്കേടൊന്നുമില്ല. കാരണം ദൈവമേ, ഭക്ഷണമില്ലാതെ എത്രയോ ജനങ്ങൾ വലയുമ്പോൾ ഇഷ്ടമില്ല, അതിഷ്ടം ഇതിഷ്ടമെന്നൊന്നും പറയുന്നത് ശരിയല്ല. എങ്കിലും പറയുക, താരതമ്യേന ദോശ ഇഷ്ടം ഇഡ്ഡലിയെക്കാട്ടിലും എന്ന് പറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്ത് എത്ര ആളുകളാണ് എപ്പോഴും പട്ടിണിക്കാരുണ്ടെന്നറിയാം. നമുക്ക് തോന്നുന്നു എല്ലാവരും സമ്പന്നരാണ്, ചുമ്മാ. റേഷനരിയൊക്കെ കിട്ടുന്നുണ്ട്, എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഭക്ഷണം ഇല്ലാത്തവരുമുണ്ട്. നമ്മുടെ കാർഡിൽ പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ, റേഷൻ കാർഡിലൊന്നും പെടാതെ. പിന്നെ ചില ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിലൊന്നും ആക്കിയെടുക്കാനൊന്നുമുള്ള പ്രാപ്തി കാണില്ല. അവരൊക്കെ ഈ മഴക്കാലമായിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥന, എല്ലാവർക്കും സുരക്ഷിതമായി കയറി കിടക്കാൻ ഒരു പാർപ്പിടവും അത്യാവശ്യം മെച്ചപ്പെടുത്താനുള്ള ഭക്ഷണവും
അത് കഴിഞ്ഞ് എന്തുള്ളൂ. ഈ നമ്മൾ തൊഴിലില്ലായ്മ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സാക്ഷര കേരളം എന്ന് പറഞ്ഞാലും ഒരു അക്ഷരമറിയാത്ത ആൾക്കാരുണ്ട്. തൊഴിലില്ലായ്മ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വിശപ്പ് തന്നെ, ദാരിദ്ര്യം തന്നെ. ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ് കവി പാടിയിരിക്കുന്നത്. ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവരെ ലോകത്ത് മറ്റുള്ളവരുടെ ദുഃഖം അറിയുകയുള്ളൂ. ഇപ്പോൾ വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ള സമ്പന്നന്മാരൊക്കെ ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞു വളർന്നവരാണ്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും അറിയുന്നത്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകുകൾ. നമ്മുടെ ജീവൻ കൊണ്ട്, നമ്മളെ കൊണ്ട് നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ സ്വാർത്ഥത വെടിഞ്ഞ് അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാകണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ധന്യമായ ജീവിതങ്ങൾ. മറ്റുള്ളവരെ മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പറ്റുകയില്ല. അതല്ല, അന്യജീവൻ ഉതകി, മറ്റുള്ളവരുടെ ജീവിതത്തിനും കൂടി ഉതകിക്കൊണ്ട് പ്രയോജനപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം സുഖകരമാക്കുക എന്നാണ്. ധന്യേ വിവേകികൾ, വിവേകശാലികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. അതൊക്കെ ഇപ്പോൾ എത്രമാത്രം പ്രാക്ടിക്കലാവുമല്ലേ. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പാചകം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ ഒറ്റപ്പെടൽ ഞാൻ പാടെ മറക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റാൻഡ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഫോണും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്തൊഴിക്കുമ്പോൾ നിങ്ങളോടുകൂടി നിന്ന് ചെയ്യുന്നത് നല്ലതല്ലേ. മതി, 2 ദോശ. ഇനി ഒരു ചായയും കൂടി ഇട്ടാൽ എൻ്റെ കാര്യമായി. പൊടി എടുക്കട്ടെ. മാഷ് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മാഷ് ചട്നി അരയ്ക്കും. എനിക്കിന്ന് പൊടി മതിയെന്ന് വെച്ചു. അപ്പോൾ പൊടി എടുക്കട്ടെ. പൊടിക്കകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, വേണ്ടെങ്കിൽ വെറുതെ ഈ പൊടി മതി. ഒരു ശകലം എണ്ണ ഒഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത്തിരി ഒഴിക്കാം, ഒരു മയത്തിന്. നിങ്ങളുടെ എല്ലാവരുടെയും ദിവസങ്ങൾ ധന്യമാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. പൊടി ഞാൻ എണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മളെ കൈകൊണ്ട് തന്നെ ഒന്ന് ആക്കിയാൽ മതി. ആണുങ്ങൾക്കൊക്കെ കൊടുക്കണേലൊന്നും കൈയിട്ട് ഇളക്കരുത് കേട്ടോ. ഇതിപ്പോൾ എനിക്കായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കുഴച്ചത്. അപ്പോൾ ഇതാ നിങ്ങളുടെ സരസ്വതി ടീച്ചർ കേട്ടോ.